ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സ്വാഗതം. വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ എക്സ് ആർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളകിന് അത് പെട്ടെന്ന് ഇലകൾ തഴച്ച് വളരുവാനും പിന്നെ ഇലകളിലുള്ള ചെറിയ ചെറിയ ഈ കുത്തു കണക്കുള്ള ഒരിതുണ്ട്. ആ ഇലകൾ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത കണക്ക് തോന്നും. അത് എന്ന് പറയുന്നത് ചെറു പ്രാണികളുണ്ടല്ലോ, പുഴു വരാം, അതുപോലെ ഈച്ച ഇങ്ങനെയൊക്കെ ഉള്ളത് വന്ന് ആ ഇലകൾ നശിപ്പിക്കും, ഈ കിളിര് ഇലകൾ. അപ്പൊ അതിനുള്ള പ്രതിവിധി എന്താണ്, അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പൊ ഇല ചെടി നന്നായി തഴച്ചു വളരുവാൻ ഞാൻ അവിടെ NPK ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് NPKയില് ഞാൻ അവിടെ NPK 19 വാങ്ങിച്ചു. അതല്ല, നിങ്ങൾക്ക് തനിയെ വേണമെങ്കിൽ യൂറിയ വാങ്ങിക്കാം, സൂപ്പർ ഫോസ്ഫേറ്റ് വാങ്ങിക്കാം, പിന്നെ വന്നിട്ട് പൊട്ടാസ്യം വാങ്ങിക്കാം. അപ്പൊ ഞാൻ ഇത് വാങ്ങിക്കാതെന്ന് വെച്ചാൽ സൂപ്പർ ഫോസ്ഫേറ്റ് വന്നിട്ട് 5 കിലോ കുറഞ്ഞ് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്കൂടെ കുറച്ച് കുരുമുളകേ ഉള്ളൂ, 10-20 മൂട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ NPK ആകുമ്പോൾ നമുക്ക് വാഴയ്ക്കും മറ്റതിനൊക്കെ ഇടാൻ പറ്റും. തൈകൾ നട്ടിട്ടുണ്ട്, അപ്പൊ അതിനൊക്കെ ഇടാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് വേണോ സെലക്ട് ചെയ്യാം. ഒന്നുകിൽ യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം, ഇത് മൂന്നും തനി വാങ്ങിച്ചിട്ട് ഓരോരോ ചെറിയ സ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. അത് മറക്കരുത്. വെള്ളം ഒഴിക്കാതെ പിന്നീട് അതായത് തലയിലായിരുന്നാലും നിങ്ങൾ അല്പം വെള്ളം തളിച്ചു കൊടുക്കണം. അപ്പോഴേ പെട്ടെന്ന് മണ്ണുമായിട്ട് ഇത് ഇഴകിച്ചേരത്തുള്ളൂ. പിന്നെ ഇലകള് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലയിലുള്ള വെട്ട്, അതായത് പ്രാണി വന്ന് ഇങ്ങനെ തിന്നിട്ട് റൗണ്ടിനോ അല്ലെങ്കിൽ നീളത്തിനൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ആ കീടങ്ങളെയൊക്കെ നമുക്ക് ഓട്ടിക്കാൻ പറ്റിയതാണ് എപ്സം സാൾട്ട്. എപ്സം സാൾട്ടില് മെഗ്നീഷ്യം ഉണ്ട്, സൾഫർ ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അതായത് MgSO4 എന്ന് പറയും. അതിന്റെ ഓക്സിജന്റെ തന്മാത്രയും അതിലുണ്ട്. ഇത് ഉപ്പിന്റെ രൂപത്തിലാണ് ഉള്ളത്. അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഉണ്ട്. കണ്ടോ, കാണിച്ചുതരാം. കണ്ട ഉപ്പെന്നേ തോന്നുള്ളൂ കേട്ടോ. നല്ലപോലെ കണ്ടിട്ട് കാണാമല്ലോ. ഉപ്പിന്റെ തരി പോലെ ഇരിക്കും. ഇതാണ് എപ്സം സാൾട്ട്. അപ്പൊ ഇത് എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ. അപ്പൊ നിങ്ങൾക്ക് 2 ലിറ്റർ കൂടുതൽ വേണമെങ്കിൽ നിങ്ങളെ ചെടികളുടെ അനുസരിച്ച് 1 ലിറ്ററിന് വെച്ച് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ 5 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 5 ലിറ്റർ വെള്ളവും 5 ടേബിൾ സ്പൂൺ എപ്സം സാൾട്ടും ഇട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നല്ലപോലെ മിക്സ് ആവും. അതിനുശേഷം സ്പ്രേയില് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിൽ. അതിനുശേഷം നിങ്ങൾക്ക് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ എന്തോ വേണോ ഇടാം. ഞാൻ അവിടെ ചാണകപ്പൊടിയാണ് ഇട്ട് അത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. ഓക്കെ. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ. സീ യു. എപ്സം സാൾട്ട് ഇടാൻ വേണ്ടി ഞാൻ ഒരു ബക്കറ്റില് 2 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. ഇത് 1 ലിറ്ററിന്റെ കപ്പാണ്. 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എപ്സം സാൾട്ട് നമുക്ക് ഇടാം. എപ്സം സാൾട്ട് ഇട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴേ നല്ലതുപോലെ മിക്സ് ആവും. ഇതാണ് എപ്സം സാൾട്ട്.
എപ്സം സാൾട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ചെടികളിൽ വരുന്ന ഈ ഇലയിലെ എല്ലാം പിന്നെ പുഴു, മറ്റേ ഈച്ചകള്, ഇങ്ങനെയൊക്കെയുള്ള ആക്രമണം ഉണ്ടല്ലോ. അപ്പൊ ഇലകളില് ചെറിയ ചെറിയ സുഷിരം കണക്കോ അല്ലെങ്കിൽ നീളത്തിനകത്ത് വെട്ടി തിന്നിട്ട് പോകും, തിന്നിലെ ഇലകൾ. അതിനു വേണ്ടിയാണ്. അപ്പൊ ഇത് നമ്മള് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളുടെ മുകളിലും താഴെ അടിവശവും എല്ലാം രണ്ടു വശത്തും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഇവിടുന്ന് അരിയട്ട്. പിന്നെ ഞാൻ ഇവിടെ ഇടുന്നത് NPK ആണ്. അപ്പൊ NPK എന്ന് വെച്ചാൽ നൈട്രജൻ ഉണ്ട്, ഇതിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, മൂന്നും കൂടെ ചേർന്നതാണ്. ഇത് പെട്ടെന്ന് ചെടികൾ തഴച്ച് വളരുന്നതിന് വേണ്ടിയാണ്. ഇത് മൂന്നും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ 2 സ്പൂൺ വിത ഇടുന്നുള്ളൂ. ചെടിയിൽ നിന്ന് അല്പം ദൂരം, ചെടിയുടെ കൊടുമൂട്ടിലിടരുത്, അല്പം ദൂരത്തില്. ചെടികളുടെ മൂട്ടിൽ നിന്ന് അല്പം ദൂരത്തിലാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ വീതമാണ് ഇടുന്നത്. അതായത് 2 സ്പൂൺ വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇട്ട് കൊടുത്തിട്ട് അല്പം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. ഇതിന്റെ മൂടെല്ലാം ഒന്ന് ആദ്യം ഇളക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതേപോലെ 1 സ്പൂൺ, അതേപോലെ ഇതാണ് സ്പൂൺ. അപ്പൊ ഇതേപോലെ 2 സ്പൂൺ എടുത്ത് നമുക്ക് ഇതിന്റെ മൂട്ടിൽ നിന്ന് അല്പം മാറ്റി ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ മൂട്ടിലും നമുക്ക് ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മൂട്ടിലും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്സം സാൾട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പ്രേയിൽ ഒഴിച്ച് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇലയുടെ 2 വശത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് ഒരു പുഴു ഇതിന്റെ ആക്രമണം ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റത്തില്ല, വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നമ്മൾ സ്പ്രേ ചെയ്യാൻ നേരത്തെ വൈകിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വൈകിട്ടാണ് ഇതിന്റെ ആക്രമണം ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് വൈകിട്ടെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഇവിടെ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയിലൂടെ എല്ലുപൊടിയും കൂടെ ചേർക്കാം. ഞാൻ ആൾറെഡി എല്ലുപൊടിയും വേപ്പപ്പിണ്ണാക്കും എല്ലാം ചേർത്ത മിശ്രിതത്തിലാണ് ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ബാക്കിയുള്ള ദിവസമൊക്കെ മഴയുടെ അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. എന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാര്യം കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല കുരുമുളകിന്, ചെടിക്ക്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെയും മൂട്ടിൽ ഇതേപോലെ ഞാൻ ചാണകപ്പൊടിയാണ് ഇടുന്നത്. ചാണകം ഉണക്കി പൊടിച്ചതാണ് കേട്ടോ.
ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നനയണം കേട്ടോ, നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടതല്ലേ, അതുകൊണ്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കുക. പിന്നെ ഒരു ദിവസം വിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ മഴയുടെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മഴയുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. മഴ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ തൂറ്റിലാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ മഴയാണെങ്കിൽ ഇതിൽ വെള്ളം വീഴത്തില്ല. അപ്പൊ അതനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്കിന്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതം ഒഴിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് അപ്പോൾ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ് സുഹൃത്തുക്കളെ, അത് ഒരു 5 മൂട് എങ്കിലും ഇതേപോലെ കുറ്റിക്കുരുവ് നിങ്ങൾ നടുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷനിൽ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ എന്തായിരുന്നാലും നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സുരേഷ് നാടൻ. ബായ്.